ഫറൂഖ് കോളേജ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ വിവാദ മറുപടി. ക്യാമ്പസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നതിൽ യോജിപ്പില്ലെന്ന് അബ്ദുറബ്. കേരളത്തിൽ ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവമില്ലെന്നും ഫറൂഖ് കോളേജിൽ നിന്ന് തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. ഒരു ബെഞ്ചിൽ മുട്ടി ഒരുമിയിരിക്കുന്ന നടപടി കേരളത്തിൽ എവിടെയുമില്ല. വെവ്വേറെ കസേരകളിൽ ആവശ്യമാണെങ്കിൽ ഇരിക്കാം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമ്മതമാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും വെവ്വേറെ കസേരകളിൽ ഒരുമിച്ചിരിക്കുന്നതിനോട് എതിർപ്പില്ല. എന്നാൽ ഒരു ബെഞ്ചിൽ മുട്ടി ഒരുമിയിരിക്കുന്ന നടപടി കേരളത്തിൽ എവിടെയും നടപ്പില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഫറൂഖ് കോളേജിൽ വിവാദ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി. ക്യാമ്പസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എതിർത്തിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നതിനോട് മാനേജ്മെന്റ് എതിർപ്പ് അറിയിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സമരത്തിൽ ഒരു വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിക്കുകയും മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയെ പുറത്താക്കുകയും വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്താണ്. ഹൈക്കോടതി ഉൾപ്പെടെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി മാനേജ്മെന്റിനെ അനുകൂലിച്ച് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന ഏറ്റവും തരംതാണ ഒരു നിരീക്ഷണം കൂടിയാണ്. സജേഷ് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകൾ തന്നെ പരിശോധിച്ചാൽ ഇങ്ങനെ ക്ലാസ്സിൽ മുട്ടിയൊരുമിയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇത് പൊതുവായ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഭാഗമായി കൂടി വേണ്ടേ കാണാൻ? തീർച്ചയായും സൗമ്യ, വളരെ വ്യക്തമായ നിലപാടാണ് അബ്ദുറബ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് യോജിക്കാനാകില്ല. കേരളത്തിൽ എവിടെയും അത്തരം കാര്യങ്ങൾ ഒരു കോളേജിലും നടപ്പില്ല. ഒരു ബെഞ്ചിൽ മുട്ടിയൊരുമി ഇരിക്കുന്നതിനോട് എങ്ങനെ യോജിക്കാനാകും തുടങ്ങിയ ചോദ്യങ്ങളാണ് അബ്ദുറബ് ഉന്നയിച്ചിട്ടുള്ളത്. വെവ്വേറെ കസേരകളിൽ ആവശ്യമാണെങ്കിൽ ഇരിക്കാം. അതൊരു ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കുന്നതിനോട് എതിർപ്പില്ല. അതിൽ പോലും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമ്മതം വേണമെന്ന നിലപാടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. സൗമ്യ, അവിടെ സജേഷ്, ഫറൂഖ് കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒക്കെ പരിശോധിച്ചായിരുന്നു മന്ത്രിയുടെ നിരീക്ഷണം. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ളൊരു പിന്തുണ കോളേജ് വിദ്യാർത്ഥികളുടെ നിലപാടിനൊക്കെ ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. നേരത്തെ സജേഷ് പറഞ്ഞ പോലെ സൗമ്യ, ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഈ നിലപാട് കേരളം സജീവമായി ചർച്ച ചെയ്യുകയും മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അഭിനയിക്കുന്നത് ശരിയല്ല. ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാനാകില്ല. അവിടെ BA മലയാളത്തിന്റെ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നതിനെ എതിർത്താണ് മാനേജ്മെന്റ് രംഗത്ത് വന്നത്. അങ്ങനെ ഇരിക്കുന്നത് കോളേജിന്റെ നിയമത്തിൽ ഉള്ള കാര്യമല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത് തുടങ്ങിയ നിലപാടായിരുന്നു മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഇതിനെതിരെ വലിയ സമരങ്ങളും കോഴിക്കോട് നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവന. വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതായത് കേരളത്തിൽ എവിടെയും ഒരു കോളേജിലും ഒരു ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മുട്ടിയൊരുമി ഇരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളോട് യോജിപ്പില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് വ്യക്തിപരമായി യോജിക്കാനാകില്ല. അധ്യാപകരും രക്ഷിതാക്കളും സമ്മതിക്കുകയാണെങ്കിൽ വെവ്വേറെ കസേരകളിൽ ഇരിക്കാം എന്ന പരാമർശമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സൗമ്യ, സജേഷ്, ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ കോളേജ് മാനേജ്മെന്റിനെ ഏകപക്ഷീയമായി പിന്തുണയ്ക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാടുണ്ട് എങ്കിൽ കൂടിയും മന്ത്രിയുടെ ഈ നിലപാട് അതുമായി മുന്നോട്ട് പോകുകയായിരിക്കുമോ ഇനി കോളേജ് അധികൃതർ ചെയ്യുക? സൗമ്യ, ഒരർത്ഥത്തിൽ ഹൈക്കോടതിയുടെ നിലപാടിനോട് പോലും എതിർക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ വലിയ സമരങ്ങൾ ഫറൂഖ് കോളേജിൽ ഉൾപ്പെടെ കോഴിക്കോട് നടന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയെ മാനേജ്മെന്റ് പുറത്താക്കുന്ന നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഈ വിദ്യാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത്തരം
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ കൂടിയായിരുന്നു മാധ്യമപ്രവർത്തകർ ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചത്. അതിനാണ് മന്ത്രി കോളേജ് അധികൃതരിൽ നിന്നും തനിക്ക് പരാതി കിട്ടിയിട്ടില്ല, എന്നാൽ വ്യക്തിപരമായി ഇക്കാര്യത്തിൽ തനിക്ക് അഭിപ്രായമുണ്ട്, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് ശ്രീ വി എസ് ജോയ് കേസി നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ വി എസ് ജോയ്, മന്ത്രിയുടെ വാക്കുകൾ താങ്കൾ കേട്ടു എന്നറിയില്ല. മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഉള്ളൊരു കീഴ്വഴക്കം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിലെ കോളേജുകളിലൊന്നുമില്ല. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഈ ഒരു വിഷയത്തെ അംഗീകരിക്കാനാവില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. KSUവിന്റെ പൊതുവായ നിലപാട് എങ്ങനെയാണ്? അല്ല, കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ലിംഗവിവേചനം ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഫാറൂഖ് കോളേജിനടുത്ത് അടുത്ത കാലത്ത് ഈ സംഭവം പുറത്തു വന്നപ്പോ കേരളത്തിലെ സാംസ്കാരിക കേരളം ഒന്നടങ്കം ഈ സംഭവത്തെ പുച്ഛിച്ചു തള്ളിയതാണ്. മാനേജ്മെന്റ് നിലപാട് പ്രാകൃതമാണ്, അത് തിരുത്തണമെന്ന ആവശ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് നിരന്തരം ഉയർന്നു വരുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അറിഞ്ഞില്ല അതിനകത്ത് വ്യക്തിപരമായ അഭിപ്രായമൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന കോളേജ് മാനേജ്മെന്റിന് ഓശാന പാടിയ നിലപാട് ഒരു കാരണവശാലും ശരിയല്ല. മന്ത്രി തന്റെ പ്രസ്താവന പിൻവലിക്കണം. ഇത്തരത്തിൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിൽ ലിംഗവിവേചനത്തിന്റെ നിലപാടുമായി മുന്നോട്ട് വരുന്ന ഒരാളെയും ഗവൺമെന്റ് തലത്തിൽ അധികാരികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കേരളത്തിലെ പള്ളിക്കൂടങ്ങളെ പള്ളികളാക്കാനും കേരളത്തിലെ കലാലയങ്ങളെ ദേവാലയങ്ങളാക്കാനും കേരളത്തിലെ ക്ഷേത്രങ്ങളെ സരസ്വതി ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളാക്കി മാറ്റാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കേരളത്തിലെ ഈ സാമുദായിക സംഘടനകളുടെ പിൻബലമുള്ള മാനേജ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സാമൂഹിക പ്രതിബദ്ധതയല്ല ഇന്ന്, മറിച്ച് സാമുദായിക പ്രതിബദ്ധതയാണ്. അത്തരമൊരു നിലപാടിലേക്ക് കേരളത്തിലെ കോളേജ് മാനേജ്മെന്റുകൾ ന്യൂനപക്ഷ സാമുദായിക സംഘടനകളുടെ പിന്തുണയും പിൻബലവുമുള്ള കേരളത്തിലെ കോളേജ് മാനേജ്മെന്റുകൾ ഈ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഫറൂഖ് കോളേജിൽ മാത്രമല്ല കേരളവർമ്മയിൽ നമ്മളത് കണ്ടതാണ്, കേരളത്തിലെ പല ക്രൈസ്തവ മാനേജ്മെന്റുകളും ഈ ദിശയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ അത് സ്വതന്ത്രമായ ആശയ പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ക്യാൻവാസായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറണം. മറിച്ച് അവിടെ ഏതെങ്കിലും ഇടുങ്ങിയ ചിന്താധാരകൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാം എന്ന ധാരണ ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ പൊതുസമൂഹം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അത്തരമൊരു നിലപാടിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മുന്നോട്ട് പോകുമ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഒന്നും ശരിയായില്ല. മന്ത്രി അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ തിരുത്തണം എന്ന് തന്നെയാണ് KSUവിന്റെ ആവശ്യം. യെസ്, വളരെ നന്ദി ശ്രീ വി എസ് ജോയ്. ഇപ്പോൾ ശ്രീ ഷിജു ഖാൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഷിജു ഖാൻ, ഒരു ഭാഗത്ത് ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളായാലും പൊതുസമൂഹമായാലും വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലും ഒക്കെയാണ്. ഒരു ഘട്ടത്തിൽ കോടതിയുടെ പിന്തുണ പോലും ഈ നിലപാടുകൾക്കുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അങ്ങനെ മുട്ടി ഒരുമി ഇരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഇല്ല, അത് അംഗീകരിക്കാനാവില്ല എന്ന തരത്തിൽ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ വിഷ്വൽ ഞാൻ കണ്ടില്ല, പക്ഷെ കൈരളിയുടെ തുടർന്നാണ് ഞാൻ അതിനോട് പ്രാഥമികമായി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് വളരെ സമത്വാധിഷ്ഠിതമായ ലിംഗവിവേചനത്തിന് ഇല്ലാത്ത വളരെ ജനാധിപത്യപരമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ്. അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരാവകാശം. ഇവിടെ ഫറൂഖ് കോളേജിലെ മാനേജ്മെന്റ് ചില അധ്യാപകരുടെ താല്പര്യത്തോടെ ചില പിന്തിരിപ്പൻ നയങ്ങൾ ലിംഗവിവേചനം അടിച്ചേൽപ്പിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയും ചെയ്തു. ദിനു എന്ന് പറയുന്ന വിദ്യാർത്ഥി ഹൈക്കോടതി പോയത് തന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി തന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. അപ്പോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്താകെ അംഗീകരിക്കപ്പെട്ട വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ആധുനിക സിദ്ധാന്തങ്ങളെല്ലാം ലിംഗവിവേചനത്തിനെതിരായിട്ടാണ് ശബ്ദിക്കുന്നത്. പൗലോ ഫ്രയറെ പോലുള്ള ലോക പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് റൂമിൽ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവർ ഈ തൊട്ടുരുമ്മി ഇരിക്കുന്നതിനെതിരായിട്ട് അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരിക്കുന്നതാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനെ അലോസരപ്പെടുന്നത്? ആൺകുട്ടിയും പെൺകുട്ടിയും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശപ്പെട്ട സ്വാതന്ത്ര്യമുള്ള പൗരന്മാരാണ്. അവരുടെ അവകാശത്ത് കടന്നു കയറാൻ ഒരു മന്ത്രിക്കും അവകാശമില്ല. വിവരം കെട്ട പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അടിയന്തരമായി അത് പിൻവലിച്ച് കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ പല ക്യാമ്പസുകളിലും നിലനിൽക്കുന്ന ഇത്തരം ചില വിവേചനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പുരുഷാധിപരമായ സമീപനമാണ്, സദാചാര ഗുണ്ടായിസമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവണതകളിലേക്ക് നയിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ ബ്രാൻഡ് അംബാസഡറായി മാറിയിരിക്കുന്നത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലും
പ്രധാനമന്ത്രി പദവിയിൽ പോലും വനിതകൾ വന്നിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അറിയാം, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലി ചെയ്യുന്ന എത്രയോ ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ത്രീകൾ കടന്നു വരുന്ന മേഖലയാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തന്നെയാണ്, തോളോട് തോളുരുമി തന്നെയാണ് അവർ ഈ സമൂഹത്തിന്റെ നവീകരണത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടത്. ഷിജുഖാൻ, തിരികെ എത്താം. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പല മേഖലകളിലും വിദ്യാലയങ്ങളടക്കം കോളേജുകളടക്കമുള്ള പല മേഖലകളിലും ലിംഗവിവേചനത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ലോകമുടനീളം നടക്കുന്ന ഘട്ടത്തിലാണ് ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട ഈ വിവാദവും അതിനു പിന്നാലെ മന്ത്രിയുടെ ഇത്തരം ഒരു പരാമർശവും. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ തൊട്ടുരുമി ക്ലാസ്സിൽ ഇരിക്കേണ്ട സാഹചര്യം അനുവദിക്കാനാവില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ. തീർച്ചയായും നിർഭാഗ്യകരമായി പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇത്തരത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. നമുക്കറിയാം, ഇത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ സ്ത്രീകളെ അവരുടെ ശാക്തീകരണത്തെ പിന്നോട്ടടിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ലിംഗവിവേചനം എന്നത് ഇന്ത്യൻ ഭരണഘടന തുടക്കം മുതൽ എതിർക്കുകയും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന രാജ്യത്ത് കാലഘട്ടം ഇത്രയും മാറിയതിനു ശേഷവും ലിംഗവിവേചനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും അത്തരം ചിന്തകളും അത്തരം പെരുമാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ അധോഗതിക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുകയോ ഇടപഴകുകയോ ഒരുമിച്ച് പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായും ജനമനസാക്ഷി ഉണർന്നു വരേണ്ടതാണ്. ഫറൂഖ് കോളേജ് സംഭവത്തിൽ, ഫറൂഖ് കോളേജ് മാത്രമല്ല, കേരളത്തിൽ എല്ലാ കലാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ തലമുറയും വളർന്നു വരുമ്പോൾ കലാലയങ്ങളിലൂടെയാണ് അവരുടെ സാംസ്കാരിക സംസ്കരണം നടക്കുന്നത്. സാംസ്കാരികമായ ഉന്നത ബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത് തീർച്ചയായും വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നുമാണ്. അവിടെ വിവേചനത്തിന്റെ ഭയപ്പാടോടുകൂടി ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചു വളരുവാൻ ഇടയായാൽ നാളെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി അവർ പ്രവർത്തിക്കുമ്പോൾ വളരെ അകൽച്ചയോടുകൂടി ഭീതിയോടെ കാണേണ്ടവരാണ് പെൺകുട്ടികൾ എന്ന നിലയിലേക്കുള്ള ചിന്തയൊക്കെ വളർത്തിയെടുക്കുന്നത് ഒരു സാംസ്കാരിക സമൂഹത്തിനും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉൽപ്പതിഷ്ണുക്കളായ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിക്കുകയും. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ. ഒപ്പം തന്നെ ശ്രീ ഷിജു ഖാൻ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറവിന്റെ വിവാദ പ്രസ്താവനയിൽ രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. മന്ത്രി പ്രസ്താവന പിൻവലിക്കണം എന്ന നിലപാട് തന്നെയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ച വ്യക്തികളെല്ലാം പറഞ്ഞിട്ടുള്ളത്.